വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതായത് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഓട്ടോമൊബൈൽ മാർക്കറ്റിന് തന്നെ വലിയൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അതായത് ലോകത്ത് വണ്ടികൾ വിൽക്കുന്നതിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയൊരു കൗണ്ടാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയ് മാസം ഇന്ത്യ വിട്ടിട്ടുള്ള ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ഏതൊക്കെയെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അവസരങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇവിടെ ഐ ബട്ടൺ കൊടുക്കുക, ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ മാക്സ് കാ വാദ എന്ന് പറഞ്ഞൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് പിക്കപ്പുകൾ ലോഞ്ച് ചെയ്തിട്ട് 25 വർഷം. അതുകൊണ്ട് തന്നെ മഹേന്ദ്ര ജൂലൈ മാസങ്ങളിൽ മഹേന്ദ്ര പിക്കപ്പുകൾ വാങ്ങിക്കുന്നവർക്ക് ഒരുപാട് ഓഫേഴ്സാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ടില്ല ഇവിടെ ഐ ബട്ടൺ കൊടുക്കുക, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകുക. അതിന് ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ഏതൊക്കെയെന്നുള്ളത് കണ്ടിട്ട് വരാം. ടോപ്പ് 10 സെല്ലിംഗ് കാർസിൽ 10ാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. 12,681 യൂണിറ്റ് വാഹനങ്ങളാണ് മെയ് മാസം ഫ്രോങ്സ് ഇന്ത്യൻ വിപണിയിൽ വിറ്റിട്ടുള്ളത്. 9ാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കി ബലേനോ ആണ്. 12,842 യൂണിറ്റ് വാഹനങ്ങളാണ് മെയ് മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് മഹേന്ദ്ര സ്കോർപിയോ ആണ്. 13,717 യൂണിറ്റ് വാഹനങ്ങളാണ് സ്കോർപിയോ മെയ് മാസം ഇന്ത്യൻ വിപണിയിൽ വിറ്റിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. 13,893 യൂണിറ്റ് വാഹനങ്ങളാണ് മെയ് മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് മാരുതി സുസുക്കി ബ്രസയാണ്. 14,186 യൂണിറ്റ് വാഹനങ്ങളാണ് ബ്രസ മെയ് മാസം ഇന്ത്യൻ വിപണിയിൽ വിറ്റിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് മാരുതി സുസുക്കി വാഗനറാണ്. 14,492 യൂണിറ്റ് വാഹനങ്ങളാണ് വാഗനർ മെയ് മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. 14,662 യൂണിറ്റ് വാഹനങ്ങളാണ് ക്രെറ്റ മെയ് മാസം ഇന്ത്യ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് മാരുതി സുസുക്കി ഡിസയർ ആണ്. 16,061 യൂണിറ്റ് വാഹനങ്ങളാണ് ഡിസയർ മെയ് മാസം ഇന്ത്യൻ വിപണിയിൽ വിറ്റിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ടാറ്റ പഞ്ചാണ്. 18,949 യൂണിറ്റ് വാഹനങ്ങളാണ് പഞ്ച് മെയ് മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. 19,393 യൂണിറ്റ് വാഹനങ്ങളാണ് സ്വിഫ്റ്റ് മെയ് മാസം ഇന്ത്യൻ വിപണിയിൽ വിറ്റിട്ടുള്ളത്. ഈ കണ്ടിട്ടുള്ളതാണ് ടോപ്പ് 10 സെല്ലിംഗ് കാർസ്. അതായത് മെയ് മാസം ഇന്ത്യയിൽ വിറ്റിട്ടുള്ള ടോപ്പ് 10 കാറുകൾ ഇവയാണ്. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.